ഇറങ്ങിപ്പോടോ എന്നാണ് നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞത് എന്ന് തോന്നിപ്പോകും. 4 വട്ടം കിടന്ന് നെടുകയും കുറുകയും വിളിയാണ്. കോള് നിരസിച്ചു. ഇങ്ങനൊരു സംഭവം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. രാജഭരണകാലം മുതൽ ഒരു രാഷ്ട്രത്തലവൻ വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ രാഷ്ട്രത്തലവൻ അതിന് മറുപടി പറയുക എന്നുള്ളതാണ് വഴക്കം. പക്ഷേ അതിൻ്റെ ആവശ്യം അത് അർഹിക്കുന്ന ഒരാളല്ല മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ട്രംപ് ഇപ്പോൾ ഈ അവസ്ഥയിൽ എന്നുള്ള നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ്. പല യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും നരേന്ദ്രമോദി തനിയെ താഴെ വന്നത് കണ്ടോ. 4 തവണയാണ് മോദിയെ വിളിക്കേണ്ടി വന്നത്. വിളിക്കേണ്ട ഒരു അവസ്ഥ മോദി വരുത്തി എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെ പോവാം. വിജയനാഥ സത്യവേദ പുസ്തകത്തിലെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഒരു കഥയുണ്ട്. അതായത് ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാബലവനായ മേരുതുല്യനായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇസ്രായേൽ ജനതയെ വെല്ലുവിളിക്കുക. പടയാളികളൊക്കെ ഓടിച്ചൊന്നും അവരെല്ലാം ആകാശത്തിൻ്റെ മുകളിൽ ഒരു കല്ല് മലയിൽ നിന്നുകൊണ്ട് കല്ലുകൾ ഉരുട്ടിക്കൊണ്ട് ഓരോരുത്തരെയായിട്ട് കൊന്നു. ആർക്കും രക്ഷയില്ല. അവസാനം അവിടുത്തെ ഒരു കൊച്ചു പയ്യനായ ദാവീദ് ഗോലിയാത്തിനോട് എടുക്കാൻ എല്ലാവരും ചിരിച്ചുപോയി. കാരണം ഇത്രയുമുള്ള പെൻസിൽ പോലെ വണ്ണമില്ലാത്ത ഒരു പയ്യൻ മഹാമല പോലെ മേരുതുല്യനായിട്ടുള്ള ഗോലിയാത്തിനോട് പടവയിട്ടാൻ പോകുന്നു. ഇവനിപ്പോൾ ചാവുന്നത് നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ആദ്യത്തെ കല്ല് പതുക്കെ ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഗോലിയാത്ത് ഉരുട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ദാവീദ് കയ്യിൽ വെച്ചിരുന്ന ഒരു കവണയിൽ നിന്നുള്ള ഒരു ചെറിയ കല്ല് അദ്ദേഹത്തിൻ്റെ തലയോട്ടിൽ ചെന്ന് പതിക്കുകയും മഹാമേരു പോലെ അദ്ദേഹം നിലം പതിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ ജനതയുടെ വിജയം അങ്ങനെ ആഘോഷിക്കപ്പെട്ടു. അതാണ് ദാവീദിൻ്റെ കഥ. എന്ന് പറയുന്നത് പോലെയാണ് ലോകത്തിൻ്റെ മുഴുവൻ ആധീശത്വം തൻ്റെ കയ്യിലാണ്. ലോകം കറങ്ങുന്നത് തൻ്റെ മഹിമ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന, ഭൂമി കറങ്ങുന്നത് തൻ്റെ കൈകൾ കൊണ്ടാണെന്ന് വിശ്വസിച്ച അദൃശ്യനായ ട്രംപിനെ ഒന്നിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ലോകത്തിൻ്റെ 2ാം ശക്തിയായ ചൈനയ്ക്കോ 3ാം ശക്തിയായ റഷ്യയ്ക്കോ അല്ലെങ്കിൽ ജപ്പാനോ ഒന്നും കഴിയാത്ത ഒരു കാര്യം അദ്ദേഹം സാധിച്ചിരിക്കുന്നു. ട്രംപിനെ വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നു. 50% ചുങ്കം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ട്രംപിൻ്റെ കാൽ നരേന്ദ്രമോദി പിടിക്കുമെന്നാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷെ നരേന്ദ്രമോദിയുടെ കാൽ പിടിക്കേണ്ടി വന്നു. 50% ഇതിനെ ഗോലിയാത്തിൻ്റെ കല്ലുകൾ പോലെ നേരിട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്തുകൊണ്ടാണ് ഈ ധൈര്യം ട്രംപിന് കിട്ടിയതെന്ന് വിജയനാഥിന് അറിയാം. അതായത് കഴിഞ്ഞ ദിവസം ഇതേ ദിവസം തന്നെയാണ് 50% ചുങ്കം നിലവിൽ വന്ന ദിവസം തന്നെയാണ് അഹമ്മദാബാദിൽ നിന്നും 100 രാജ്യങ്ങളിലേക്കുള്ള കാറുകൾ കയറ്റി അയച്ചത്. കാറുകൾ കയറ്റി അയക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ പുതുമയുള്ള കാര്യമല്ല. ടാറ്റയുടെ കാറുകൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ആകമാനം ഓടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറുകൾ ലിഥിയം അയൺ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് കാറുകളായിരുന്നു. മാരുതിയുടെ ഇന്ത്യൻ നിർമ്മിതമായ മെയ്ഡ് ഫോർ ദി വേൾഡ് ആയിട്ടുള്ള മാരുതി ഈ വിറ്റാര എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള കാറുകളായിരുന്നു. 100 രാജ്യങ്ങളാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. പുതിയ ടെക്നോളജി, പെട്രോളിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഓടുന്ന, അതും മിനിമം ദൂരമെന്ന് പറയുന്നത് 500 കിലോമീറ്റർ. അതായത് ഇത്ര ഒരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റം വരെ ബാറ്ററി ചാർജ് ചെയ്യാതെ ഓടിക്കാൻ കഴിയും. അത്തരം കാറുകളാണ് കയറ്റി വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ കാറുകൾക്കുള്ള ബാറ്ററികൾ നിർമ്മിക്കുന്ന 2 പ്ലാന്റുകൾ, അതായത് ലിഥിയം അയൺ ബാറ്ററികൾ, പെട്രോളിന് പകരം ഉള്ള അമൂല്യമായിട്ടുള്ള ധാതു വസ്തുക്കൾ ഉപയോഗിച്ചുള്ളത്. എന്ന് മാത്രമല്ല, നാഷണൽ മിനറൽ മിഷൻ ഇന്ത്യയിലുള്ള ഈ ലിഥിയം അല്ലെങ്കിൽ ലിഥിയത്തിൻ്റെ നിക്ഷേപം, സെമി കണ്ടക്ടറുകളുടെ നിക്ഷേപം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനും തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാവുമെങ്കിൽ പെട്രോൾ കണ്ടെത്തിയതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാവാൻ പോയ ഉണ്ടായ ഒരു ഉയർച്ചയാണ് വരാൻ പോകുന്നത്. നമുക്ക് ഫോസിൽ ഫ്യൂവലിനെ പാടെ വർദ്ധിച്ചുകൊണ്ട് എന്തായാലും 2070 പെട്രോളിൻ്റെ ആവശ്യമില്ലാത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറ്റുക. അപ്പോൾ ഇത് ഇന്ത്യക്ക് ലോങ് ടേം അടിസ്ഥാനത്തിൽ ഒരു മാക്രോ എക്കണോമിക് വ്യൂവിൽ ഒരിക്കലും പേടിക്കേണ്ടാത്ത ഒന്നാണ് ഈ ചുങ്കം എന്നാണ് പറഞ്ഞത്. എന്നു മാത്രമല്ല, നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഉണർത്തിയ ഒരു ഉണർത്തുപാട്ടുണ്ട്. എന്താണത്? മഹാത്മാഗാന്ധി ഉണർത്തി. മഹാത്മാഗാന്ധിയുടെ മണ്ണിൽ നിന്നും അദ്ദേഹം അത് ആവർത്തിച്ചു. സ്വദേശി, വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളതാണത്. അതായത് നിങ്ങൾ ഈ വിദേശ ബ്രാൻഡുകൾ എന്തിനു വാങ്ങിക്കണം? നിങ്ങൾ ഇന്ത്യൻ നിർമ്മിതമായ വസ്തുക്കൾ വാങ്ങിക്കുക. അത് മുദ്രാവാക്യം രാഹുൽ ഗാന്ധി പറയുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നത് വിദേശ നിർമ്മിത ബ്രാൻഡഡ് ഷർട്ടുകളാണ്. നമ്മുടെ രാഹുലും പറയുന്നില്ല ഇവിടെ ബ്രാൻഡഡ് ഷർട്ടുകളുടെ
സ്വദേശി വസ്ത്രങ്ങളായിട്ടുള്ള ഖദറിനെ പുച്ഛിക്കുന്ന ആളാണ് ഇപ്പോൾ കേസിൽപ്പെട്ട് കിടക്കുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയ്ക്ക് കോൺഗ്രസ് കുടുംബത്തിൽ ജനിക്കാത്ത നരേന്ദ്രമോദി ഈ ലോക്കലിന് വേണ്ടി ശബ്ദം ഉയർത്തിയിരിക്കുകയാണ്. അല്ല, ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറയുകയുണ്ടായി, ഈ ലോകം മുഴുവൻ നമ്മുടെ ഇന്ത്യയെ ഒരു വിപണിയായിട്ട് കാണും, അത്തരത്തിലേക്ക് നമ്മൾ മാറ്റുമെന്നും പറയുന്നു. പിന്നെ അതിനു മുമ്പ് മൻ കി ബാത്തിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ നമ്മൾ തന്നെ എല്ലാം നമുക്കിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉൽപ്പാദനം ഉണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്, എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങൾ വീടുകളിലോ അതാത് ഗ്രാമപ്രദേശങ്ങളിലോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കളിപ്പാട്ടത്തിൻ്റെയൊക്കെ കാര്യം മോദി മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കളിപ്പാട്ടങ്ങൾ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രത്യേക പ്രദേശത്ത് ഉണ്ടാക്കുന്ന കളിപ്പാട്ടം, അത് കേട്ട് ഞാനും വാങ്ങിച്ചു. ആ കളിപ്പാട്ടം മനോഹരമായിട്ട് ഇന്നും അത് സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്. ചൈനീസ് നിർമ്മിതത്തിനെതിരെയുള്ള ഒരു അറ്റാക്കായിരുന്നു അന്ന്. ആ ചൈനീസ് നിർമ്മിതം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം പ്ലാസ്റ്റിക് എത്രയും വേഗം, ഇത് തടിയിൽ നിർമ്മിച്ചതാണ്. ഈ കളിപ്പാട്ടം കളിച്ചു കഴിഞ്ഞിട്ടും അതിനൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട്, വീട്ടിൽ കുട്ടികൾ കളിക്കാനില്ലാത്തതുകൊണ്ടും ഞാനിപ്പോൾ ഷോക്കേസിൽ ചോദിക്കുക, അതിൻ്റെ പെയിൻറ്റോ നിറമോ ഒന്നും നഷ്ടപ്പെടാതെ ഇന്നും വളരെ മനോഹരമായിട്ട് തന്നെ അതിരിക്കുന്നു. വരുത്തിയതാണ്, ഓൺലൈനിൽ വരുത്തിയതാണ്. അങ്ങനെ നമുക്ക് സാധ്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഖദർ ഷർട്ടുകൾ വീണ്ടും എടുത്തുകൂടാ, നമുക്ക് അണിഞ്ഞുകൂടാ? നമുക്ക് അജയ് തറയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെന്തിനാ ലൂയി ഫിലിപ്പ്, അതുപോലെ വാൻ ഹ്യൂസൺ, അല്ലെങ്കിൽ യുണൈറ്റഡ് കളേഴ്സ് ഓഫ് അമേരിക്ക എന്ന് തുടങ്ങിയ ഡ്രസ്സുകൾ നമ്മളെടുക്കുന്നത്? നമ്മളെന്തിനാണ് ഈ കൊക്കോ കോള കുടിക്കാൻ പോകുന്നത്, പെപ്സി കോള കുടിക്കാൻ പോകുന്നത്? നമ്മളെന്തിനാണ് ചിക്കിങ്ങിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ പോകുന്നത്? നമ്മളെന്തിനാണ് ഈ മാക്ഡൊണാൾഡിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ പോകുന്നത്? നമുക്ക് മില്ലറ്റ്സ് കഴിക്കാം, സ്വദേശി വസ്ത്രങ്ങൾ ഖദർ ധരിക്കാം, അല്ലെങ്കിൽ ഹാൻഡ്ലൂം ധരിക്കാം. അങ്ങനെ പോയി കഴിഞ്ഞാലുണ്ട്. ഇത് തന്നെയാണ് മഹാത്മാഗാന്ധി അന്ന് മാഞ്ചസ്റ്ററിൽ നിന്നും അതുപോലെ തന്നെ ബെർമിംഗ്ഹാമിൽ നിന്നുമൊക്കെയുള്ള വസ്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ച് കൊള്ള ലാഭം ബ്രിട്ടീഷുകാർ കൊയ്തപ്പോൾ എടുത്ത സമീപനം. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക മാത്രമല്ല, അവ തീയിട്ട് കത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വിദേശ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ആഡംബര വസ്ത്രങ്ങൾ എടുത്തിട്ട് വിദേശ നിർമ്മിതമായ ആഡംബര കാറുകളിൽ, ഒരുപക്ഷെ വിദേശീയമായിട്ടുള്ള ഹോട്ടലുകളിൽ നടത്തുന്ന ഹോട്ടലുകളിൽ ചടഞ്ഞുകൂടുക എന്നുള്ള സംസ്കാരം, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു യത്നത്തിനാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഹളത്തിലും കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലും പറഞ്ഞത്. കാരണം അതിന് ബേസുമുണ്ട്. കാരണം അന്ന് കാളവണ്ടി യുഗത്തിലായിരുന്നു ഭാരതം, മഹാത്മാഗാന്ധി പറയുമ്പോൾ. ഇപ്പം അങ്ങനെയല്ല. വിദേശത്തേക്ക് ഏറ്റവും പുതിയ 500 കിലോമീറ്റർ വരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള കാറുകൾ നമ്മൾ കയറ്റി അയക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു അമേരിക്കയെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, അമേരിക്കയ്ക്ക് ഇന്ത്യയെ പേടിക്കേണ്ട. കാരണം എന്താ? 140 കോടി ജനങ്ങളുടെ വലിയൊരു കൺസ്യൂമർ മാർക്കറ്റാണ്. ഈ ഒരു മാർക്കറ്റിനെ ലോകത്തിൻ്റെ 3ാമത്തെ സാമ്പത്തിക ശക്തിയെ അവഗണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ നരേന്ദ്രമോദി ഇപ്പോൾ ഈ ചെറിയ രാജ്യങ്ങളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്നുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഫിജിയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരികയുണ്ടായി. ഫിജിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ക്രിക്കറ്റ് പരിശീലകനെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അങ്ങനെ നിരവധി സൗകര്യങ്ങൾ. ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുകയും വേണം, അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്നും പറയുന്നുണ്ട്. ഈ ഫിജി ഒരു കാലത്ത് നമ്മുടെ ശത്രുവായിരുന്നു, ഇന്ന് മിത്രമായി മാറിയിരിക്കുന്നു. പട്ടാള അട്ടിമറിയിലൂടെ നടന്ന ഹിന്ദുക്കൾക്കെതിരെ, ഇന്ത്യക്കെതിരെ അവിടെ കലാപം നടന്നപ്പോൾ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളൻ ടി പി ശ്രീനിവാസൻ. ആ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞു. അംബാസഡർ ടി പി ശ്രീനിവാസൻ, അദ്ദേഹം നമ്മളോട് ആ വിവരങ്ങൾ പറഞ്ഞു. ഭാഗ്യത്തിന് മാത്രം ജീവൻ രക്ഷപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തെ ഇന്ന് സൗഹൃദ വലയത്തിലാക്കിയിരിക്കുന്നു. അത് വലിയ അട്ടിമറി വിജയം തന്നെയാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. ഇതുപോലെ തന്നെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയുടെ കൈപ്പിടിയിലാണ്. ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പം ഇനി അടുത്തത് വരാൻ പോകുന്നത്, വിളിക്കാൻ കാര്യം ട്രംപിന് പേടിയായിട്ടുണ്ട്. ഇന്ത്യ, റഷ്യ, ചൈന കൂടാതെ ചിലപ്പോൾ ജപ്പാനും കൂടിച്ചേർന്നുള്ള ഒരു പൊതു നാണയം വരികയാണെങ്കിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരും, ഡോളർ കൂപ്പുകുത്തും. ഇപ്പം തന്നെ അവിടെ വില കൂടുതലും നാണയപ്പെരുപ്പോ. ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ചെറിയ ഇടിവ്, അത് നികത്താനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, GDP ഗ്രോത്തിൽ ഒരു കുറവും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് റേറ്റിൽ കുഴപ്പം വരില്ല എന്നാണ് വേൾഡ് ബാങ്ക്, അതുപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇവരെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുപോലെ മാർക്കറ്റ് റീഡേഴ്സ് ആയിട്ടുള്ള ബ്ലൂംബർഗ്, മൂഡീസ്, ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നവർ
പഠിച്ച് സവിസ്തരം. ഇനി തന്നെയല്ല, ഇപ്പോൾ നമ്മൾ GST റേറ്റ് കുറയ്ക്കാൻ പോവുകയാണ്. സാധനങ്ങളുടെ വില കുറയും. ഈ സാധനങ്ങൾ വിദേശത്തേക്ക് അയക്കാതെ ഇന്ത്യയിൽ തന്നെ ആളുകൾ വാങ്ങിക്കും. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്, ഈ മാർക്കറ്റിനെ ഏതെങ്കിലും തരത്തിൽ ഈ 50% ചുങ്കം ബാധിച്ചാൽ അപ്പോൾ ഞങ്ങൾ ഇടപെടും എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പണം സുലഭമാക്കും, പലിശ നിരക്ക് കുറയ്ക്കും, അപ്പോൾ പണം മാർക്കറ്റിൽ ലഭ്യമാക്കുകയും ചെയ്യും. ഇതൊക്കെ ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരുകയാണ്. തന്നെയുമല്ല, ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അവിടുത്തെ മിഡ് ടേംസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പുകളാണ്. വളരെ റേറ്റിംഗ് കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ ട്രംപ്. റേറ്റിംഗ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ബുദ്ധിജീവികളും എല്ലാം ട്രംപിൻ്റെ നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയുമാണ്. അതുകൊണ്ട് റേറ്റിംഗ് പോയി അധികകാലം ട്രംപിന് ഈ വണ്ടി ഓടിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അത് ഇന്ത്യക്ക് അറിയാവുന്നത് കൊണ്ടാണ് വളരെ കൂളായിട്ട് ഇന്ത്യ ഇതിനോട് പ്രതികരിക്കുന്നതും ട്രംപിനെ ഫോണിലൂടെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ഇതിന് തിരിച്ചടി നൽകുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.